ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയനയുടെ നുണയും കേട്ട് പിങ്കിയുടെ മുന്നിൽ നിന്ന് അർജുൻ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ഭയങ്കര ഇൻസൾട്ടായത്. എനിക്ക് പിന്നെ ഞാൻ ഇറങ്ങിക്കോളാം, എനിക്ക് ഇറങ്ങാമല്ലോ, അതിന് തടസ്സമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് പിങ്കി അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പോകാൻ തുടങ്ങുക. അപ്പോൾ മോളെ മോളെ എന്ന് വിളിച്ച് എല്ലാവരും പിന്നാലെ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അർജുൻ, എന്താണിത്, ആലോചിക്കാതെ ഇങ്ങനെയൊന്നും പെരുമാറരുത് എന്ന് പറയുന്ന ലക്ഷ്മിയോട് എന്ത് ആലോചിക്കാനാണെന്ന് ചോദിച്ചു നമ്മുടെ അർജുൻ. നിനക്ക് നിന്റെ ഭാര്യയേക്കാൾ വലുതാണോ ഈ നിൽക്കുന്ന നയന എന്ന് ലക്ഷ്മി ചോദിച്ചപ്പം ഇത് വലിപ്പച്ചെറുപ്പത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. പിങ്കിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ നാളെ നയന ഇവിടെ നിന്ന് ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ അത് ബോധ്യപ്പെട്ടോളും. പക്ഷേ അതിൻ്റെ പേരിൽ നയനെ എന്തിനു വേദനിപ്പിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അർജുൻ, നീ ഒന്ന് മനസ്സിലാക്കുക, പിങ്കി ഇവിടെ നിന്ന് പിണങ്ങി പോകും, അപ്പം എന്തെങ്കിലും ചെയ്യട്ടെ, മടുത്തു ഞാനെന്നും പറഞ്ഞ് ആ ഒരു കട്ടായം പറയുവാണ്. അപ്പോൾ സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കാത്തവള് എവിടേക്കെങ്കിലും പോകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സുമംഗല പറഞ്ഞപ്പം പിങ്കി പോകുന്നതാണ് സുമംഗലയ്ക്ക് പോകുന്നത് എന്ന് സന്തോഷം എന്ന് തോന്നുന്നുവല്ലോ എന്ന് ലക്ഷ്മി പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ അതെ, എത്ര കാലമായി അർജുൻ അവള് കാരണം വിഷമിക്കുന്നു എന്ന് സുമംഗല എന്നേരം എന്ന് പറഞ്ഞു. അർജുൻ എന്നേരം ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. അരുന്ധതിയും ആകെ ഇത്, പക്ഷേ നയനയ്ക്ക് മാത്രം ഹാപ്പിയായി. ഈ സമയത്ത് ഈശ്വര, പിങ്കി പിണങ്ങി പോവുകയാണെങ്കിൽ ആ ബാഗ് എടുക്കില്ലേ, ആ സ്വർണവും പോകുമല്ലോ എന്നും പറഞ്ഞ് നയനെ അവിടെ ഇങ്ങനെ നിൽക്കുക. ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നും പറഞ്ഞ് നയനെ അവിടെ അങ്ങനെ നിൽക്കുക. ഈ സമയത്ത് പിങ്കി പോകാനുള്ള എല്ലാം പാക്ക് ചെയ്യുക. അപ്പം നന്ദ കൂടെ അങ്ങ് ചെന്നു. പിങ്കി, നീ ഇങ്ങനെ വെട്ടൊന്നും മുറിരണ്ടെന്നുള്ള രീതിയിൽ പെരുമാറരുതെന്ന് പറഞ്ഞു. അപ്പം നന്ദ, ഇക്കാര്യത്തിൽ ഇനി നമ്മൾ തമ്മിലൊരു സംസാരം വേണ്ട എന്ന് പിങ്കി പറയുമ്പം വേണം, എനിക്കറിയാം നീ എങ്ങനെയാണ് ഇവിടെ പിടിച്ചു നിന്നതെന്നും സംഭവിച്ചത് എന്തൊക്കെയാണെന്നും, പിന്നെ ഇല്ലെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് ഭാവിച്ചാലും ഒന്നും ഇല്ലെന്ന് കരുതാൻ എനിക്ക് വയ്യ എന്ന് നന്ദ പിങ്കിയോട് പറഞ്ഞപ്പം എൻ്റെ പപ്പ വിളിച്ചിട്ട് പോലും പോകാതിരുന്നവളാണ് ഞാൻ, പക്ഷെ അത് തെറ്റായി പോയെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി എന്ന് പിങ്കി നന്ദയോട് പറയുന്നു. അപ്പം അത് കേട്ടപ്പോൾ നയനെ അത് കേട്ട് അങ്ങോട്ടേക്ക് വരുവാ കേട്ടോ. ഈ സ്വർണം കൊണ്ടുപോകുന്നുള്ള പേടിയാ ശാത്തിക്ക്. ഇവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കേൾക്കുവാണ്. അങ്ങനെ ആ ബാഗിലേക്ക് നയന ഇങ്ങനെ കണ്ണും നട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ദൈവമേ, എല്ലാം എടുത്ത് വെച്ചത് അതിനകത്താണല്ലോ എന്നുള്ള ആ ഒരു ഇത് കഴിഞ്ഞതൊക്കെ നയന എന്നിട്ടൊരു നിമിഷം അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. കൈവിട്ട് പോകുമല്ലോ എന്നുള്ള പേടിയാണ്. നന്ദ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. ഞാൻ വേണമെങ്കിൽ അർജുനോട് ഒരിക്കൽ കൂടി സംസാരിക്കാൻ പിങ്കി എന്നൊക്കെ നന്ദ പറയുന്നുണ്ട്. നിന്റെ ഭാഗം അവൻ കേൾക്കാൻ തയ്യാറാകും, അതുപോലെ അർജുൻ്റെ ഭാഗം നീ എങ്കിലും കുറച്ച് തയ്യാറാവണമെന്ന് പറഞ്ഞപ്പം കേട്ടതും കേൾപ്പിച്ചതും ഒക്കെ മതി നന്ദ. അർജുൻ്റെ ഭാഗമല്ല ശരിക്കും ഞാൻ കേൾക്കേണ്ടത്, അവളുടെ ഭാഗമാണെന്ന് പിങ്കി നന്ദയോട് പറയണം. വലിഞ്ഞ് കയറി വന്ന ആ അർജുൻ്റെ മുറപ്പെണ്ണിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോഴും നന്ദയ്ക്ക് പറയാനൊന്നുമില്ല. നയന ഇങ്ങനെ ആകെ വല്ലാതായി നിൽക്കുക. തൽക്കാലം ഈ വിഴിപ്പലക്കാൻ ഞാനില്ല, ഞാൻ പോകുവാണെന്ന് പറഞ്ഞ് പിങ്കി എല്ലാം കൂടി അങ്ങ് എടുത്ത് ഇറങ്ങുമ്പോഴത്തേക്കും നയന ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് മാറി നിന്നു. പിങ്കി എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങുന്നു. പിങ്കി 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 എന്നും പറഞ്ഞുകൊണ്ട് നന്ദ പിന്നാലെ വിളിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാനായിട്ട് പിങ്കി നിന്നില്ല. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അർജുൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഗൗതം നേരെ അർജുൻ്റെ അടുത്തേക്ക് ചെന്നു. അർജുൻ്റെ അടുത്ത് ചെന്നപ്പോൾ അർജുൻ വിഷമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗൗതം, എടാ, എനിക്ക് മറ്റാരെക്കാളും നന്നായി നിന്നെ എനിക്കറിയാം. പിങ്കി പോയതിൽ നിനക്ക് ഒരുപാട് വിഷമമുണ്ടെന്നും എനിക്കറിയാമെന്ന് പറഞ്ഞു. എടാ, അത്രയും വിഷമം സഹിച്ച് നീ എന്തിനാ പിങ്കിയെ പറഞ്ഞു വിട്ടിട്ടാണെങ്കിലും നയനെ ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് വാശി പിടിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടനും അങ്ങനെ തന്നെയാണോ മനസ്സിലായത്, ഞാൻ വാശി കാണിക്കുകയാണെന്ന്? അല്ല ഏട്ടാ, ഒരിക്കലും അല്ല, സത്യം അതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അർജുൻ ഇങ്ങനെ പറയുക, എന്നെ പിരിഞ്ഞു പോകാൻ നിന്നവളാണ് പിങ്കി, മനസ്സുകൊണ്ട് അവളെന്നെ എന്നേ ഉപേക്ഷിച്ചതാണെന്ന് അർജുൻ ഗൗതത്തിനോട് പറയുവാണ്. അതൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് നയന ഈ വീട്ടിലേക്ക് വരുന്നത് എന്നിട്ട് പിങ്കി പറയുന്നത് ഞങ്ങൾക്കിടയിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നയനയാണെന്ന്. അപ്പോൾ എല്ലാം തുറന്നു പറയുവാണ്. അപ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഏട്ടാ? അതിലൊരു കാര്യമില്ല. അപ്പോൾ സുമംഗല ഇത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വരുക, ഇവർ തമ്മിലുള്ള സംസാരം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് ഒളിച്ചു നിന്ന് കേൾക്കുകയാണ് സുമംഗലയുടെ പ്രധാന പണി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ശരി, അതൊന്നും അല്ലായിരിക്കാം, നിനക്കൊരു ചാൻസ് എടുത്തൂടെ എന്ന് അർജുനോട് ചോദിച്ചു. നയനെ പറഞ്ഞു വിട്ടിട്ട് പിങ്കിയോടുള്ള സ്നേഹം അത് നിനക്ക് തെളിയിച്ചൂടെ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ നാശം എന്ന് പറഞ്ഞ് നിൽക്കുവാണ് സുമംഗല. നയനേക്കാളും എത്രയോ മുകളിലാണ് പിങ്കിയുടെ സ്ഥാനമെന്ന ആ ഒരൊറ്റ തീരുമാനം കൊണ്ട് നിനക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തി എടുത്തൂടെ എന്നും ഗൗതം അർജുനോട് ചോദിക്കുന്നു. ഈ ഗൗതത്തിന് ഇത് എന്തിൻ്റെ കേടാ? എങ്ങനെയെങ്കിലും പിങ്കി ഒഴിവാക്കാനായിട്ട് ഇവിടെയുള്ളവർ ശ്രമിക്കുമ്പോഴാണ് ഒരു വക്കാലത്തോട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് സുമംഗല നിൽക്കുന്നു. അപ്പോൾ അർജുനൊന്നും മിണ്ടിയില്ല. നീ എന്താ ഒന്നും പറയാത്തതെന്ന് ഗൗതം ചോദിച്ചപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ത് തെളിയിക്കാനാണെന്ന്, ആരെ ബോധ്യപ്പെടുത്താനാണെന്ന്. ഒന്നുമില്ല, ആരുമില്ല, ഒന്നിനും വേണ്ടിയില്ല. പിങ്കി എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ആ തിരിച്ചറിവിനപ്പുറം വെറുതെ വെടിവേഷം കെട്ടിയിട്ടൊന്നും കാര്യമില്ലല്ലോ എന്നും അർജുൻ
ഗൗതത്തിനോട് പറയുന്നു. അത് കേട്ടപ്പോൾ സുമംഗലയ്ക്ക് സന്തോഷമായിട്ടോ. നാളെ അവൾ ഇതേ ഇറങ്ങിപ്പോക്ക് ആയുധമാക്കില്ലെന്ന് ആര് കണ്ടു എന്നും ചോദിച്ചു. ഒരു പക്ഷേ അപ്പോൾ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നത് എൻ്റെ അമ്മയാകാം. അതിന് ഞാൻ തയ്യാറല്ല ഏട്ടാ. അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിൻ്റെ സകല ആ ഒരു ഇതും ഞാൻ ഇപ്പോഴേ കാണുന്നുണ്ടെന്നും പറഞ്ഞു. പിന്നെ ഇനി അവളുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കുന്നതിലോ ശാഠ്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതിലോ അർത്ഥമില്ല ഏട്ടാ എന്ന് കട്ടായി നമ്മുടെ അർജുൻ പറഞ്ഞപ്പം, അർജുൻ അങ്ങനെയൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നയന നാളെയോ മറ്റന്നാളോ എന്നുള്ള കണക്കിന് കോഴ്സ് കഴിഞ്ഞ് പോകേണ്ട ആളാണെന്ന് കരുതുക. അങ്ങനെ ഒരാൾ ഇന്ന് തന്നെ പോകുമ്പോൾ പിങ്കി കുറച്ച് നാൾ കൂടി ഇവിടെ തുടരാൻ തീരുമാനിക്കില്ലേന്ന് ചോദിച്ചു. അത് നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നാലോ എന്ന് ഗൗതം അർജുനോട് ചോദിച്ചപ്പോൾ അർജുൻ ഇങ്ങനെ നോക്കുക, ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോഴേക്കും പിന്നെ ഇപ്പം കൊണ്ടുവരും എന്ന് പറഞ്ഞ് സുമംഗല രംഗത്തേക്ക് കയറി ചെന്നു. ഇനി മാറി നിന്ന പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഞാനൊന്ന് ചോദിച്ചോട്ടെ ഗൗതം, നിനക്ക് അർജുനോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പച്ചി അല്ല, നിന്റെ ചോദ്യങ്ങൾ കേട്ടപ്പോഴേ എനിക്കങ്ങനെ തോന്നി, അതാ ഞാൻ ചോദിച്ചത് എന്നിങ്ങനെ പറയുന്നു സുമംഗല. ആ പിങ്കിക്ക് ഇവനോട് യാതൊരു സ്നേഹവും ഇല്ല എന്ന് പണ്ടേ തെളിയിച്ചതാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ എന്തിനാ ഓരോന്ന് പറഞ്ഞ് തലയിൽ കയറ്റി വെക്കാൻ നോക്കുന്നത്, അവളിവിടെ പിടിച്ചു നിർത്താൻ നോക്കുന്നത്? അർജുൻ്റെ ജീവിതം നീ കരുവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ ഞാൻ മനസ്സിലാക്കേണ്ടതെന്നൊക്കെ സുമംഗല ചോദിക്കാം. നിനക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ അതിലെന്നൊക്കെ ചോദിച്ചപ്പോൾ, എനിക്കെന്ത് ലാഭമോ അപ്പച്ചി? നയന ആരും അല്ലല്ലോ, പിന്നെ പിങ്കിയല്ലേ നമുക്ക് വലുത്. നയന ആരും അല്ലാത്തത് നിനക്കാ. എൻ്റെ ബാലേട്ടൻ്റെ സഹോദരിയുടെ മകളാ അവള്. അത് കേട്ടപ്പോൾ ഗൗതം ഇങ്ങനെ നോക്കുക കേട്ടോ. നിനക്ക് അർജുൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അർജുന് നയനയും. മനസ്സിലായോ എന്ന് ചോദിച്ചു. അവനെ വിശ്വസിച്ച് എന്നെ വിശ്വസിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്ന ആ കുട്ടിയെ പുറത്താക്കിയിട്ട് ഒരു കുങ്കിയെയും ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞ് സുമംഗല പറഞ്ഞപ്പോൾ നമ്മുടെ ഗൗതത്തിന് ഏകദേശ കാര്യമൊക്കെ പിടികിട്ടി. അർജുൻ നന്നായി മോനെ, ആരൊക്കെ പറഞ്ഞിട്ടും ദേ നീ നിന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നില്ലേ? അമ്മയ്ക്ക് സന്തോഷമായിടാന്നും പറഞ്ഞുകൊണ്ട് സുമംഗല ഇങ്ങനെ ഗൗതത്തിന് മുന്നിൽ വെച്ച് അർജുനോട് പറഞ്ഞിട്ട് അങ്ങ് പോയി. ആ സമയത്ത് നമ്മുടെ അർജുൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. ഗൗതവും ഇങ്ങനെ മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളതും മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുന്നു. ഇതിൽ സുമംഗല നന്നായി കളിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവിലാണ് നമ്മുടെ ഗൗതം അവിടെ നിൽക്കുന്നത്. അർജുനും ഇങ്ങനെ അവിടെ നിൽക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ ഒന്നുകൂടി കൂടി. അപ്പോൾ നമ്മുടെ അർജുൻ ചെന്നപ്പോൾ, എന്താണ് മോനെ നീ പിങ്കിയോട് സംസാരിച്ചോ, അവളുടെ മനസ്സ് മാറിയോ എന്ന് ചോദിച്ചു അരുന്ധതി. അതിന് ഞാൻ പിങ്കിയോട് സംസാരിക്കായിരുന്നു എന്ന് ആര് പറഞ്ഞു, സംസാരമൊക്കെ കഴിഞ്ഞതാണെന്ന് അർജുൻ പറയുവാണേ. അപ്പോൾ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതിയോടെ ഇരിക്കുന്നു. എടാ മോനെ ഗൗതം, നിനക്കെങ്കിലും ഇവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? ഭാര്യ പണിങ്ങി പോകാമെന്നൊക്കെ പറഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നും അല്ല, ജീവിതം തീർന്നു പോകുന്നത് പോലെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാവുന്നതൊക്കെ പറഞ്ഞു. സുമംഗലാപ്പച്ചി പോലും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറയുവാണെന്നേരം നമ്മുടെ ഗൗതം, ഈശ്വര ഈ സുമംഗലയുടെ തലയ്ക്കകത്ത് എന്താ നിലാവുദിച്ചിരിക്കുകയാണ്, ദീർഘവീക്ഷണമൊന്നും ഇല്ലാത്ത സംസാരവും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്നും പറഞ്ഞ് ലക്ഷ്മി പറഞ്ഞപ്പോൾ, സുമംഗലേച്ചിക്ക് ദീർഘവീക്ഷണം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് മോഹിനി പറഞ്ഞു. അതെന്താ മോഹിനി, ഇക്കണ്ട അബദ്ധങ്ങളെല്ലാം പറഞ്ഞ് അർജുൻ്റെ ജീവിതം ഒരു വഴിക്കാക്കി, ഇതിനെയാണോ ദീർഘവീക്ഷണം എന്ന് നീ പഠിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പം, അത് അമ്മ പറഞ്ഞത് ശരിയാണെന്ന് ഒരു ദിവസം തെളിയും, അപ്പോൾ വല്യമ്മയ്ക്ക് കാര്യം പിടി കിട്ടുമെന്ന് നമ്മുടെ അവരവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക കേട്ടോ, പവിത്ര പറയുക. അപ്പോഴേക്കും പിങ്കി പോകാനായിട്ടുള്ള ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി വന്ന് അവിടെ നിൽക്കുന്നു. അപ്പോൾ ആരും ഇനി എന്തായാലും ഒന്നും എൻ്റെ തലയിൽ കെട്ടിവെക്കണ്ട, ഞാൻ പോവുകയാണെന്ന് പിങ്കി എല്ലാം അവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ അങ്ങ് പറഞ്ഞുവല്ലോ. അവർ ഞെട്ടി നിൽക്കുക കേട്ടോ. നന്ദ പിന്നാലെ ഉണ്ട് പിങ്കി പിങ്കിന്ന് വിളിച്ച്. അപ്പം ആരും ഇവിടെ നിന്നെ കുറ്റം വിധിക്കാൻ നിൽക്കുന്നവരൊന്നും അല്ല പിങ്കി, ഒന്നും അല്ലെങ്കിലും ദേ ഞാനിതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അരുന്ധതി ചോദിച്ചപ്പം, വല്യമ്മായി എന്നും എൻ്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ, അത് ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. പക്ഷേ എൻ്റെ കൂടെ യഥാർത്ഥത്തിൽ നിൽക്കേണ്ടത് അവരാരും എൻ്റെ കൂടെ നിൽക്കുന്നില്ല, അവർക്കെല്ലാം മറ്റു പലതുമാണ് വിലപ്പെട്ടത് എന്ന് പിങ്കി പറയുമ്പോൾ, നീ ആരിലേക്കാണ് ഈ മുള്ളും മുനയും സൂചിയും കുത്തിക്കയറ്റുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ നീ എത്രയൊക്കെ പറഞ്ഞാലും അതൊന്നും എന്നെ സ്പർശിക്കാൻ പോകുന്നില്ല, കാരണം സത്യം എന്താണെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാമെന്ന് അർജുൻ വീണ്ടും പിങ്കിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ പിങ്കിക്ക് വലിയ വായിട്ട് അലക്കാനൊന്നും തോന്നണില്ല, മിണ്ടാണ്ട് അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ പിങ്കി നീ ഇവിടെ നിന്ന് പോകരുത്, വേറൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല എന്ന് നന്ദ വീണ്ടും വീണ്ടും പറയുന്നു. പിങ്കി ഇങ്ങനെ നേരത്തേക്കും ഭയങ്കര ആലോചനയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഒരാവേശത്തിന് കിണറ്റിച്ചാടാം, 10 ആവേശത്തിന് കയറിപ്പോരാൻ പറ്റില്ല പിങ്കി, അത് നീ മറക്കരുതെന്ന് ഗൗതവും പറഞ്ഞു. ഇത് ആവേശമല്ല, എനിക്കൊരു അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്, അത് ത്രാസിൽ വെച്ച് തൂക്കിയാൽ നയനയെ ഇറക്കി വിടണം എന്നുള്ള ഒരു നിബന്ധന മറുഭാഗത്ത് ഞാൻ വെച്ചത്. അർജുൻ്റെ മനസ്സിൽ താന്നിരിക്കുന്ന ത്രാസിൻ്റെ തട്ട് നയനയുടേത് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് ഭ്രാന്താണോ പിങ്കി എന്ന് ചോദിച്ചു അർജുൻ. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പിങ്കി.
നിരന്തരം അവഹേളിക്കപ്പെടുകയും വില കുറച്ച് മാത്രം മറ്റുള്ളവർ കാണുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് ഭ്രാന്ത് പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അർജുനെന്നും പറഞ്ഞ് വലിയ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ഇറക്കുവാണ്. അങ്ങനെ പിങ്കി അവിടെ നിന്ന് വലിയ വലിയ സംസാരങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു. നിങ്ങൾക്കറിയില്ല ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴവും പരപ്പും എത്രയാണെന്ന്. ആഗ്രഹിച്ചതും വാശി പിടിച്ചതും ഒന്നും എനിക്ക് കിട്ടിയില്ല എന്ന് നമ്മുടെ ഗൗതത്തിൻ്റെ മുഖത്ത് നോക്കി പിങ്കി വീണ്ടും പറയുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക. അർഹതയുണ്ടായിട്ടും യോഗ്യതയുണ്ടായിട്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും എന്നെയാണ് എല്ലാവരും ആദ്യം അവഗണിക്കുന്നത്. പിങ്കി എന്ന അരുന്ധതി, ഇനിയെങ്കിലും എനിക്ക് വില കൽപ്പിച്ചില്ലെങ്കിൽ എല്ലാ കാലത്തും മറ്റുള്ളവരുടെ കാലടികളെ ഞാൻ പിന്തുടർന്ന് ജീവിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ, പിങ്കി നീ മനസ്സിൽ തൊട്ട് പറ, എനിക്ക് നിന്നോട് സ്നേഹമില്ലേ? അപ്പോൾ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുക അർജുൻ, നീ തെളിയിക്കുക. അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്ക്, നയനയെ. അപ്പോഴേക്കും നമ്മുടെ അർജുൻ പറ്റു നയനയ്ക്ക് വാക്ക് കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. മൊത്തത്തിൽ എല്ലാവർക്കും അങ്ങോട്ട് തലയ്ക്ക് ഭ്രാന്തെടുക്കാൻ തുടങ്ങി. എന്താ അർജുന് പറ്റുമോ? പിങ്കി എന്നും പറഞ്ഞ് വിളിച്ചപ്പം, വേണ്ട, കഴിയുമോ ഇല്ലയോ, ഒരൊറ്റ വാക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് എന്ന് പിങ്കി അവസാനമായിട്ട് കട്ടായമായിട്ട് അങ്ങ് പറഞ്ഞു. പിന്നെ എല്ലാവരും എന്താണ് അർജുൻ പറയുന്നതെന്ന് അറിയാനായിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അർജുൻ അന്നേരം പിങ്കിയെ നോക്കുന്നു, മറ്റുള്ളവരെല്ലാവരും മാറി മാറി നോക്കുന്നു. ഈ സമയത്ത് നമ്മുടെ നയനയ്ക്ക് കൊടുത്ത വാക്കിനെ പറ്റി ആലോചിക്കുന്നു. അങ്ങനെ ആലോചിക്കുന്ന നമ്മുടെ അർജുൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണെന്നുള്ള കാര്യം തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുവാണ്. അപ്പോൾ ശരി, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് പിങ്കി പോകുമ്പോൾ നന്ദ എല്ലാവരും തടഞ്ഞു. അപ്പോൾ വേണ്ട, കഴിഞ്ഞു എന്ന് പറഞ്ഞു പിങ്കി ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ഭൂകമ്പം സൃഷ്ടിച്ചതുപോലെ ഇങ്ങനെ അവിടെ നിൽക്കുക. ഈ സമയത്ത് സുമംഗലയും നയനയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പക്ഷെ നയനയ്ക്ക് സ്വർണ്ണം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ആ ഒരു നിരാശയിലാണ്. ഈ പിങ്കി ഇത്രയും പെട്ടെന്ന് പോകുന്നു, ആര് വിചാരിച്ചു? സ്വർണ്ണം മുഴുവൻ അവളുടെ കയ്യിലായല്ലോ, ഇനി എങ്ങാനും ആ തള്ളേതറിഞ്ഞാൽ ആരെ പ്രതിയാക്കും എന്നൊക്കെ ഇങ്ങനെ നയന ചിന്തിക്കുമ്പം, മോൾക്ക് സന്തോഷമായില്ലെന്ന് സുമംഗല ചോദിച്ചു. എന്ന് പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കുക. നയനയ്ക്ക് സ്വർണം പോയതിൻ്റെ ആ ഒരു ഇതാട്ടോ. അങ്ങനെ സുമംഗല ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ നയന അപ്പച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പം ഞാൻ ഞെട്ടിപ്പോയല്ലോ എന്ന് പറയുമ്പോൾ, പിന്നെ പുറകിൽ നിന്ന് ഇങ്ങനെ വന്ന് ആക്രമിച്ചാൽ ഞെട്ടാതിരിക്കുമോ എന്ന് ചോദിച്ചു. ഇത് ആക്രമണമാണോ? സ്നേഹപ്രകടനമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ, നിൻ്റെ ഒരു സ്നേഹപ്രകടനം എന്ന് നയനയോട് സുമംഗല. അല്ല, എന്താ ഇത്ര വലിയ സന്തോഷം? അപ്പം അറിയാത്തത് വല്ലതും ആണോ? ഒരു വലിയ എതിരാളി ശത്രുപക്ഷത്തു നിന്ന് ഒഴിവായി പോയില്ലേ എന്ന് നയന സുമംഗലയോട് പറയണം. എന്താ അപ്പച്ചയ്ക്ക് അതിൽ സന്തോഷമൊന്നുമില്ലെന്ന് ചോദിച്ചപ്പം, ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരുമെന്ന് സുമംഗല. പിന്നെന്തോ ഒരു വിഷമം? ഒരിക്കൽ ഞാനും ബാലേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ. താലിബന്ധം അറ്റുപോകുമ്പോഴാണ് ഓരോ സ്ത്രീയും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരുന്നതെന്നും പറയുക. ആ വേദന അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദാമ്പത്യം മുറിഞ്ഞു എന്ന് കേട്ടാൽ സന്തോഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ, സത്യം പറ, പിങ്കി അർജുനുമായിട്ടുള്ള ബന്ധത്തെ ദാമ്പത്യത്തിൻ്റെ ചരടിൽ കോർത്ത് കെട്ടാൻ പറ്റുന്നതാണോ എന്നൊക്കെ നയന സുമംഗലയോട് ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ എൻ്റെ മോന് സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു ബന്ധമായിരുന്നു അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമംഗല ഇങ്ങനെ പറയാം. എനിക്ക് അവൾ പോയതിൽ വിഷമമൊന്നുമില്ല, എന്തോ ഒരു വിഷാദം. അവൾ തിരിച്ചു വരണ്ടേ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വേണ്ടാന്ന് ഞാൻ പറയൂ. എന്നാ ഒരു വല്ലായ്മയുണ്ട് എന്ന് സുമംഗല പറഞ്ഞു. അതെല്ലാം നന്ദ കേട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ആ വല്ലായ്മ അർജുൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അബദ്ധം പറ്റിയല്ലോ എന്ന് കരുതിയാണെന്ന് പറഞ്ഞ് നയന. ആയിരിക്കും, എനിക്ക് തീർച്ചയില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നന്ദ വന്നു. അപ്പച്ചിയുടെ മനസ്സിൽ തോന്നിയ വിഷാദം സത്യമുള്ളതാണെന്ന് നന്ദ പറഞ്ഞു. അപ്പോൾ എന്ത് സത്യം എന്നും ചോദിച്ചു നയന ചെന്നു. നീ വെറുതെ വാചകം അടിച്ച് തോൽപ്പിക്കാമെന്ന് കരുതല്ലേ നന്ദ എന്നും പറഞ്ഞ് നയന. ഞാൻ സംസാരിക്കാൻ വന്നത് അപ്പച്ചിയോടാണെന്നും പറഞ്ഞ് നന്ദ നേരെ അപ്പച്ചിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പച്ചി, പിങ്കി ഇറങ്ങിപ്പോയതാണ് അർജുൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. അത് അപ്പച്ചി തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം നന്ദ അപ്പച്ചിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. പിന്നെ നഷ്ടം, അയ്യോ, തലയ്ക്ക് മീതെ തൂങ്ങിക്കിടന്നൊരു വാളാണ് അവൾ ഒഴിഞ്ഞു പോയി, അത്രയ്ക്ക് അങ്ങ് വിചാരിച്ചാൽ മതി അപ്പച്ചി എന്ന് പറഞ്ഞപ്പം, വാള് നല്ല ഉപമയാണ് അപ്പച്ചി. തലമുടി നാരിൽ കോർത്ത വാള് ആരുടേതാണെന്ന് അപ്പച്ചി അറിയാൻ പോകുന്നതേ ഉള്ളൂ ഉടൻ. ഇന്ന് പിങ്കി ഇറങ്ങിപ്പോയത് ഗുണകരമായി എന്ന് അപ്പച്ചി കരുതണ്ട. അർജുൻ്റെയും അപ്പച്ചിയുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് ഇന്ന് സംഭവിച്ചത്. അത് മനസ്സിലാകുന്ന ഒരു ദിവസം വരും, ഉടനെ തന്നെ വരുമെന്നും പറഞ്ഞ് നന്ദ സുമംഗലയോട് ആ സത്യം പറയുമ്പോൾ നയനയ്ക്ക് കലിപ്പ് കയറി ഇങ്ങനെ നിൽക്കുക. അത്രയും പറഞ്ഞിട്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നന്ദയ്ക്ക് ഭയങ്കര ദേഷ്യം, സുമംഗലയും മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നയന നേരെ സുമംഗലയുടെ അടുത്തേക്ക് ചെന്നു. അപ്പച്ചി,
അവൾ പറഞ്ഞതൊന്നും അപ്പച്ചി കാര്യമാക്കണ്ട. ശരിക്കും ഇരുതല മൂർച്ചയുള്ള വാളാണ് പിങ്കി. അവള് പോയെങ്കിൽ മാത്രമേ എന്നെ മരുമകളായി കിട്ടൂ എന്ന് നയന പറഞ്ഞപ്പോൾ എന്നുമനോട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സുമംഗല. ആ ഇതാണ് എൻ്റെ അപ്പച്ചി. അപ്പോൾ എനിക്കെന്നും എൻ്റെ മോളെ വേണമെന്ന് പറയും. ശരി, എൻ്റെ അപ്പച്ചി പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് അങ്ങനെ സുമംഗലയെ പറഞ്ഞു വിടുക. സുമംഗലയെ പറഞ്ഞു വിട്ടിട്ട് നയന അവിടെ നിന്ന് ആലോചിക്കുക കേട്ടോ. നന്ദേ, നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എനിക്കറിയാം എന്ത് വേണം എന്നുള്ളതെന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുന്നു. നയന എന്തോ ഒരു വലിയ രഹസ്യത്തും കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പാണ്. ഇതെല്ലാം കഴിഞ്ഞ് പ്രഭുരാമനെയാണ് കാണിക്കുന്നത്. പ്രഭുരാമൻ വീട്ടിൽ നിന്ന് മോളും അച്ഛനും കൂടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇങ്ങനെ ആകെ വേദനിച്ച് നിൽക്കുക. അപ്പോഴേക്കും കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു. ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ആരാ? പിങ്കിയെ കണ്ടപ്പോൾ അച്ഛൻ ഞെട്ടി. ബാഗും ഇതൊക്കെ ആയിട്ട് ഇങ്ങ് വന്നു. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? നാണം കേട്ട് അവിടെ തന്നെ അങ്ങ് താമസിച്ചാൽ പോരായിരുന്നു എന്ന് അച്ഛൻ മോളോട് ചോദിക്കുമ്പോൾ പപ്പ എന്ന് പറഞ്ഞ് കരഞ്ഞു മോള പപ്പയുടെ കാല് പിടിക്കുക കേട്ടോ. പിന്നെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പപ്പയോട് പറയുക. അപ്പം ഇതെല്ലാം നിന്റെ വിധിയാ. അവിടെയും പരാതിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. പറഞ്ഞില്ലേ അച്ഛനമ്മമാരുടെ വിധിയായത് എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഞാൻ വന്നത് തെറ്റായിപ്പോയോ എന്ന് പിങ്കി ചോദിക്കുകയാണ് പപ്പയോട്. ഇറങ്ങിപ്പോണെങ്കിൽ പപ്പയൊന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. അങ്ങനെയാണോ നിനക്കത് മനസ്സിലായതെന്ന് പപ്പ മോളോട് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പപ്പ. എന്തിന് ജനിച്ചു, എന്തിന് ജീവിച്ചു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തിന് ഞാൻ മറ്റുള്ളവരെ സ്നേഹിച്ചു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയി. എടുത്ത തീരുമാനങ്ങൾ മുഴുവനും തെറ്റാ. ഇനി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ശരിയാണോ എന്ന് യാതൊരു നിശ്ചയവും ഇല്ലെന്നും പറഞ്ഞ് കരയുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിതമേ മടുത്തു എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പപ്പയോട് പറഞ്ഞിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.